എല്ലാവർക്കും കഥയറിയാ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സുഹൃത്ത് ഉണ്ണി ചങ്ങരംകുളം കൃഷി സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഒരു ചുമതല അതിഭംഗിയായി നടത്തിയതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്പർ അവസാനം നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൃഷി സംബന്ധമായ ഇത്തരം ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാം. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും കഥയറിയാ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ്, നമസ്കാരം ഫ്രണ്ട്സ്. ഞാൻ ഉണ്ണി ചങ്ങരംകുളം. നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ ഒക്കെ മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഞാനിവിടെ പന്നിത്തടത്ത് ചെയ്തിട്ടുള്ള ഇതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു റംബുട്ടാൻ തോട്ടം. ആ തോട്ടം ഇപ്രാവശ്യം ഫുള്ളായിട്ട് കായ്ച്ച് നിൽക്കുന്ന ഒരു ഇതാണ്. ഏകദേശം 3 വർഷമായി. കഴിഞ്ഞ വർഷം തന്നെ ഈ തോട്ടം കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം കുറച്ച് തൈകളെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 30 തൈ വെച്ചാലും 30 തൈകൾ നമുക്ക് കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലേ, ഇതിൽ നമ്മൾ 2 തരത്തിലുള്ള തൈകളാണ് നമ്മളിതിൽ വെച്ചിരുന്നത്. റംബുട്ടാൻ്റെ വെറൈറ്റികൾ. ഒന്ന് N80 ആണ്, ഒന്ന് കിങ്. ഈ 2 വെറൈറ്റീസാണ് നമ്മളിതിൽ വെച്ചിരിക്കുന്നത്. ഇത് കായ്ക്കാനുള്ള ടൈം 3 വർഷമാണ്. ഏക്കർ തോട്ടമാണ്. ഈ 4.5 ഏക്കർ തോട്ടത്തിൽ നമ്മൾ 30 തൈ മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ റംബുട്ടാന് പുറമെ നമ്മൾ ഇതിൽ ഉയരം കുറഞ്ഞ തെങ്ങ് വെച്ചിട്ടുണ്ട്, ഉയരം കുറഞ്ഞ കവുങ്ങ്, പിന്നെ മാവുകൾ, സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വന്നിരിക്കുന്നത് നമ്മുടെ റംബുട്ടാൻ തന്നെയാണ്. കണ്ടില്ലേ, എല്ലാ മരങ്ങളും നിറച്ച് കായ്ച്ച് നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു ഇതിലാണ്. നമുക്ക് മനസ്സിന് തന്നെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു തോട്ടമാണ്. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരിക, വന്നിട്ട് തോട്ടമൊക്കെ സന്ദർശിക്കുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ല ജൈവവളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ റംബുട്ടാൻ നിങ്ങൾക്ക് മേടിച്ച് പോവാം. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും നമ്മുടെ ഈ തോട്ടത്തിലേക്ക് വരിക, ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവാം. പന്നിത്തടത്തുള്ള അല്ലമീൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ നബീസ ഡോക്ടറുടെയും അവിടുത്തെ ഉസ്മാനിക്കയുടെയും ഒരു തോട്ടമാണ്. അവർ എന്നെയായിട്ട് ഇങ്ങനെ ഒരു തോട്ടത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ അവരോട് പറയായിരുന്നു, നമുക്ക് റംബുട്ടാൻ ചെയ്യാം. റംബുട്ടാൻ നല്ല വിളവ് കിട്ടുന്ന ഒരു ഫലവൃക്ഷമാണ്. നമ്മളുടെ ഇവിടെ ഇപ്പോൾ മറ്റുള്ള ഫ്രൂട്ട്സിനേക്കാൾ കൂടുതൽ നമുക്ക് 10 രൂപ വരുമാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് റംബുട്ടാൻ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറും അതുപോലെയൊക്കെയും ഓക്കെ പറയും. അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ടൈപ്പ് തൈകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. N80യുടെയൊക്കെ അത് വെച്ച് കറക്റ്റായിട്ടുള്ള മെയിൻ്റെനൻസ് ആണ് ഇതിൻ്റെ മെയിൻ. ഇത് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗം അതിനനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. 2 വർഷം കൊണ്ട് നമുക്ക് ഒരു റംബുട്ടാൻ തൈ കായ്ച്ച് കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള വളപ്രയോഗങ്ങളായിരിക്കണം ചെയ്യുന്നത്. ഫുൾ ജൈവം മാത്രമാണ് നമ്മളിതിന് ചെയ്തിരിക്കുന്നത്. രാസവളങ്ങളൊന്നും തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഫുൾ ജൈവവളം മാത്രം ഉപയോഗിച്ച് ചെയ്തൊരു തോട്ടമാണ്. ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇവർ ഏകദേശം കിലോയ്ക്ക് 200 രൂപ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇവർ പുറത്തേക്ക് ഇത് കടകളിലൊക്കെ സാധനം സെയിലിന് കൊടുക്കുന്നുണ്ട്. കൂടാതെ എന്താ പറയുക, നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് ഇവരുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് ഇതിനായിട്ട് വരുന്നത്. അതുപോലെ ഇപ്രാവശ്യം ഇതിൻ്റെ വിളവെടുപ്പ് ഉത്സവം നല്ല കാര്യമായിട്ട് ഇവിടെ നടത്തിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് മെമ്പർമാരടക്കം കൃഷി ഓഫീസർമാരടക്കം എല്ലാവരും വന്നിട്ട് നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് ഉത്സവമൊക്കെ നടത്തിയായിരുന്നു. എല്ലാവർക്കും വന്ന് കാണാനും പഴങ്ങൾ മേടിച്ച് പോകാനും പറ്റിയൊരു തോട്ടമാണ്. അപ്പോൾ എല്ലാവരും വരണം, കാണണം. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു തോട്ടം സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മളാൽ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. മലനാട് അഗ്രോ പ്ലാന്റേഷൻ എന്നുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടേതായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കീഴിൽ നമ്മുടെ സ്റ്റാഫുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നമാണ് ഇന്ന് എനിക്ക് ഇങ്ങനെയുള്ള വിജയങ്ങൾ കൈവരിക്കാൻ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ അവരോടാണ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത്. കാരണം അവർ നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥത, നമ്മുടെ വർക്കിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയാണ് എനിക്ക് ഇതുപോലുള്ള തോട്ടങ്ങൾ സെറ്റ് ചെയ്യാനും മറ്റും ഏറ്റവും കൂടുതൽ ഊർജ്ജം പകരുന്നതും. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, എൻ്റെ കൃഷി ഓഫീസർമാരും മറ്റുള്ള എല്ലാവർക്കും ഞാൻ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇതിലൂടെ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ഹൃദയം